ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മരപ്പൊട്ടനായിട്ടുള്ള പ്രസിഡന്റാണ് ഇന്ന് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ്. ഇതൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ച മുമ്പ് വരെ ഇന്ത്യയോട് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങരുത്, അമേരിക്കയുമായിട്ട് നിങ്ങൾക്ക് വ്യാപാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിങ്ങൾ നിർത്തണം, നിങ്ങൾ റഷ്യയിലെ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് യുക്രൈൻ യുദ്ധം അവസാനിക്കാതെ തുടരുന്നത്, യുദ്ധത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ റഷ്യയെ സഹായിക്കുകയും ഫണ്ട് ചെയ്യുകയുമാണ്, ഒരു കാരണവശാലും ഇന്ത്യ അതുകൊണ്ട് റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരുന്നു. എങ്കിൽ മാത്രമേ 25% താരിഫ് കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ എവിടെയും എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് അമേരിക്ക പറഞ്ഞു ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളെടുത്ത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കാമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ 25% താരിഫ് കുറച്ചു എന്ന് അമേരിക്ക പറഞ്ഞു. ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇത് വലിയൊരു രാഷ്ട്രീയ വിജയമായിട്ടാണ് ട്രംപും അദ്ദേഹത്തിന്റെ ടീമും ആഘോഷിച്ചത്. ഒരാഴ്ചക്കിപ്പുറം ഇപ്പോൾ ഇന്ത്യയോട് അമേരിക്ക പറയുന്ന ഇന്ത്യ പ്ലീസ് നിങ്ങൾ എണ്ണ വാങ്ങണം, നിങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങൂ, പ്ലീസ് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു 100 ബാരൽ എണ്ണ വാങ്ങൂ, പ്ലീസ് ഇന്ത്യ ഒന്ന് വാങ്ങൂ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പുറകെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ട് മാത്രമേ ഉള്ളൂ, നിർത്തിയിട്ടില്ല. കാരണം ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നായിരുന്നു. എന്നാൽ അതിന് മുമ്പുള്ള പല മാസങ്ങളിലും കഴിഞ്ഞ മാസം ഇറക്കുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ അടുത്ത് 100 ബാരലൊക്കെ വാങ്ങാനാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ മരപ്പൊട്ടനാണ് ട്രംപ് എന്ന് ഞാൻ പറഞ്ഞത്? ഇത്രയും നമുക്ക് ആദ്യം നോക്കാം. ഈ ട്രംപിന് അറിയാം അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. ഇറാൻ താരതമ്യേന അത്യാവശ്യം ശക്തമായ ഒരു രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് അറിയാം. കാരണം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ചീപ്പായിട്ടുള്ള പല ഡ്രോണുകളും ഈ ഇറാന്റെ ഡ്രോണുകളായിരുന്നു. ഇറാൻ മാസ് പ്രൊഡക്ഷൻ നടത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ 1 റോക്കറ്റുകളും 2 ഡ്രോണുകളുമാണ്, പിന്നെ 3 മിസൈലുകളാണ്. അപ്പോൾ ഇറാന്റെ കയ്യിൽ ഇത് 3 പ്രധാനമായിട്ടുള്ളത്. ആധുനിക യുദ്ധവിമാനങ്ങളോ മറ്റു അത്യാധുനിക ആയുധങ്ങളോ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ചവറ് പോലെ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഇതെടുത്ത് പൊട്ടിക്കുമെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. വലിയ ഇന്റലിജൻസ് സംവിധാനവും കോക്കനട്ടും ഒക്കെ ഉള്ള അമേരിക്കയ്ക്ക് ഇത് അറിയാതെയൊന്നും ഇരിക്കില്ല. എന്നിട്ടും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാവുന്ന തരത്തിൽ ആവശ്യമില്ലാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പൊട്ടൻ പ്രസിഡന്റ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്ക കഴിഞ്ഞ ആഴ്ച ഒന്ന് നിർത്തൂ എന്ന് പറഞ്ഞ അതേ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത് പറയുന്നത് ഒന്ന് വാങ്ങൂ എന്ന്. നിങ്ങൾ വാങ്ങൂ, നിങ്ങളിവിടെ വാങ്ങിയാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഓയിലിന്റെ വില ഭയങ്കരമായിട്ട് കൂടും കേട്ടോ, ഒന്ന് വാങ്ങണേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പുറകെ അടക്കാണ്. ഇപ്പൊ അവർക്ക് ഇന്ത്യയുടെ മേൽ വാങ്ങാൻ നിർബന്ധിക്കാൻ പറ്റില്ല. അതായത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത്, പ്ലീസ്. അതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ സ്റ്റാൻഡ്. കാരണം അവരാണ് നേരത്തെ നിങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വോയിസ് ഇല്ല. ഇന്ത്യയോട് നിങ്ങൾ വാങ്ങിയേ പറ്റൂ. ഇനിയിപ്പം മിക്കവാറും ട്രംപ് അല്ലെങ്കിൽ പറയേണ്ടി വരും, റഷ്യൻ ഓയിൽ നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ 25% നികുതി ഞങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തുമെന്ന് പറയേണ്ടി വരും. അത്രയും ഗതികെട്ടിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. ആലോചിച്ച് നോക്കണം, ഒരു അമേരിക്കൻ ഭരണാധികാരിയുടെയും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതായത് ആ സാമ്രാജ്യം തകരാൻ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇന്ത്യ റഷ്യയുടെ എണ്ണ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് ഇന്ത്യക്ക് നേരത്തെ അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ചൈനയുടെ ഒരു വിഷയമാണ്. അതായത് ഈ റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചൈന വാങ്ങിക്കൂട്ടും. ഇത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും. ചൈന ഈ ഒരു റഷ്യൻ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് സുഗമമായിട്ട് അവരുടെ എക്കണോമി മുന്നോട്ട് കൊണ്ടുപോകും, ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ അവിടെ തിരിച്ചടി ഉണ്ടാവുന്നത് ഇന്ത്യക്കും അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങൾക്കുമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൂട്ടിയത്. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞിട്ടും ഇന്ത്യ വാങ്ങുന്നത് നിർത്താതിരുന്നത്. ഇപ്പൊ അമേരിക്കയ്ക്ക് തന്നെ മാറ്റി പറയേണ്ടി വന്നില്ലേ? കാരണം അമേരിക്കയും ഭയപ്പെടുന്നുണ്ട്, ഇന്ത്യ എണ്ണ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ചൈന വാങ്ങിക്കൂട്ടി ചൈനീസ് സമ്പദ് വ്യവസ്ഥ ശക്തമാവും, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താഴേക്ക് പോവും, ചൈനീസ് മേൽക്കോയ്മ കുറയ്ക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇന്ത്യ ഇവിടെ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്ന് ഇപ്പോ ആ പൊട്ടൻ ട്രംപിന് മനസ്സിലായി എന്നുള്ളതാണ് സത്യം. ഇവിടെ റഷ്യയെ യുദ്ധത്തിൽ ഇന്ത്യ ഫണ്ട് ചെയ്യുകയാണ്, ഓയിൽ വാങ്ങിക്കൊണ്ട് സഹായിക്കുകയാണെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ വായ്ത്താളം അടിച്ച അമേരിക്കക്കാർക്ക് ഇപ്പോൾ എന്ത് പറയാനുണ്ട്? ഇപ്പൊ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയാൽ അത് യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നതല്ലേ? യുക്രൈൻ റഷ്യ യുദ്ധമൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യ വാങ്ങാൻ അവർ പറയുന്നത്? അപ്പോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായ ഒരു പ്ലാനുമില്ല, ഒരു പദ്ധതിയുമില്ല, ഒരു പൊട്ടറ്റയുമില്ല. അതാണ് സത്യം. സീരിയസ്ലി അമേരിക്ക സാമ്രാജ്യം തകർച്ചയുടെ വക്കിലാണിന്ന്. ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം.
പക്ഷേ അദ്ദേഹത്തിന്റെ വിദേശ നയത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ലോക രാജ്യങ്ങളും ഈ ലോകവും ഇന്നത്തെ വേൾഡ് ഓർഡർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ മണ്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. US ആണ് ഈ ഒരു വേൾഡ് ഓർഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു വേൾഡ് ഓർഡർ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അമേരിക്ക അവരിലേക്ക് മാത്രം ചുരുങ്ങുകയാണെങ്കിൽ മൾട്ടിപോളാർ വേൾഡ് കൂടുതൽ ശക്തമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് അമേരിക്ക എപ്പോഴാണോ ലോകത്തിന്റെ ഒരു മേധാവിത്വത്തിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഏത് രാജ്യത്തിനും ഒരു ആവശ്യം വന്നാൽ ആദ്യം സഹായിക്കാൻ എത്തുക, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും ആദ്യം ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്തുകയോ പ്രശ്നങ്ങളിലാണെങ്കിലും ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നത് അത്രയും കാലവും അമേരിക്കയുടെ ഡോമിനൻസിന് വലിയ ഇടിവൊന്നും തട്ടാതെ നിലനിൽക്കും. എപ്പോഴാണോ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് പോയത്, ട്രംപ് തീർത്തും അമേരിക്കയ്ക്ക് വേണ്ടി മാത്രം നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയത്, ആ നിമിഷമാണ് US നേതൃത്വം കൊടുക്കുന്ന വേൾഡ് ഓർഡർ തകർന്നു തുടങ്ങിയത്. ശരിക്കും അതിലൊരു തർക്കവും വേണ്ട. നേരത്തെയൊക്കെ അമേരിക്കൻ എക്കണോമിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അമേരിക്കയുടെ മാനുഫാക്ചറിങ് സെക്ടർ വളരെയധികം താഴേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും US നേതൃത്വത്തിന് കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് US പോയപ്പോൾ പുതിയ ഗ്ലോബൽ പ്ലേയേഴ്സ് സ്വാഭാവികമായി ഉയർന്നു വന്നു. അപ്പോൾ അവിടെ വേൾഡ് ഓർഡർ ചേഞ്ച് ആവുന്നു. ഒരു മൾട്ടിപോളാർ വേൾഡിലേക്ക് കൂടുതൽ വേഗത്തിൽ ലോകം മാറുകയാണ്. അവിടെ ചൈനയുടെ പ്രാധാന്യം കൂടി, ഇന്ത്യയുടെ പ്രാധാന്യം കൂടി, റഷ്യയുടെ പ്രാധാന്യം കൂടി, ബ്രസീലിന്റെ പ്രാധാന്യം കൂടി, യൂറോപ്പ് അമേരിക്കയിൽ നിന്ന് അകലുന്നു. അപ്പൊ ഇപ്പോ US അവരെടുത്ത തീരുമാനങ്ങൾ തിരുത്തേണ്ടി വരിക, ഭരണാധികാരിക്ക് പറഞ്ഞത് മാറ്റി പറയേണ്ടി വരിക, ഇതെല്ലാം ഒരു രാജ്യം അതിന്റെ തകർച്ചയിലേക്ക് പോകുമ്പോഴുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല അമേരിക്കയ്ക്ക് ഞങ്ങൾ ഇപ്പോഴും ശക്തരാണെന്ന് കാണിക്കേണ്ടി വരികയാണ്. മറ്റേത് അതിന്റെ ആവശ്യമില്ല. അമേരിക്ക പവർഫുൾ ആണെന്ന് ലോകത്തിന് അറിയാം. 10 വർഷം മുമ്പ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മേൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. രാഹുൽ ഗാന്ധിയുടെ ഫാമിലി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഇറാന്റെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക 2011 മുതൽ 13 വരെയുള്ള കാലഘട്ടത്തിൽ പറഞ്ഞ സമയത്ത് ഇന്ത്യ വാങ്ങുന്നതങ്ങ് കുറച്ചു, പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ അമേരിക്ക ഏകദേശം 2-2.5 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയുടെ അടുത്ത് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക്. ഇന്ത്യ വാങ്ങുന്നത് നിർത്തിയില്ല. ഇന്ത്യ മറുവാദങ്ങൾ പറഞ്ഞു. യൂറോപ്പ് ചെയ്യുന്നില്ലേ, നിങ്ങൾ ചെയ്യുന്നില്ലേ, ഞങ്ങളുടെ ആവശ്യമാണ്, ഇന്ത്യയുടെ ജനങ്ങളെ നോക്കണം. അങ്ങനെ മറുവാദങ്ങൾ പറഞ്ഞിട്ട് US ഡിഫെൻഡ് ചെയ്തു. അവസാനം ട്രംപിന് ഇന്ത്യ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടി വന്നു. താരിഫ്, നിങ്ങൾ എണ്ണ വാങ്ങുന്ന നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ മേൽ ഞങ്ങൾ 25% താരിഫ് ചുമത്തും, എക്സ്ട്രാ താരിഫ്. അങ്ങനെ 50% താരിഫ് ചുമത്തി. അപ്പോഴും ഇന്ത്യ വഴങ്ങിയില്ല, ഇന്ത്യ പിടിച്ചു നിന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം നിരന്തര ചർച്ചകളിലൂടെ ഇന്ത്യ എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുത്താണ്, ഞങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോട് പ്രതികരിക്കാതിരിക്കാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കാണും, നമുക്കറിയില്ല. അങ്ങനെയാണ് ട്രംപ് ഇന്ത്യ വാങ്ങുന്നത് നിർത്താമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് ഡീൽ ഉടനെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇന്ത്യ അത് പറയുന്നില്ല. ഇപ്പോഴും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുമില്ല ഡേറ്റാസ് പരിശോധിക്കുമ്പോൾ. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? 100 മില്യൺ ബാരലിന്റെ എണ്ണയെങ്കിലും നിങ്ങൾ വാങ്ങണം എന്ന് അമേരിക്ക ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യാണ്. 100 ദശലക്ഷം ബാരലിലധികം എണ്ണ, റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങണം എന്നാണ് ഇപ്പോൾ അമേരിക്ക റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത് ചൈനയിലേക്ക് അല്ലെങ്കിൽ പോവും. ഇന്ത്യ എത്രയും പെട്ടെന്ന് എണ്ണ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചൈനയിലേക്കുള്ള വിതരണം കൂടുകയും ചൈന കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ചൈനയിലേക്കുള്ള വിതരണം കുറയും. ഇപ്പോഴാണ് ആ പൊട്ടറ്റോ ട്രംപിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നു, എന്താണ് ഇന്നത്തെ ലോകത്ത് ഇന്ത്യയുടെ പ്രാധാന്യം. ചൈന പരിധി വിട്ട് വളരാതിരിക്കാനും റഷ്യ ഓവറായിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനും ഇന്ത്യ റഷ്യയുമായി സഹകരിച്ചേ പറ്റൂ. റഷ്യൻ ഓയിൽ വാങ്ങിയേ പറ്റൂ, റഷ്യയെ അടുത്ത് നിർത്തിയേ പറ്റൂ. ഈ കാര്യങ്ങൾ ഇന്ത്യ മനസ്സിലാക്കി തന്നെയാണ് പെരുമാറുന്നത്. എന്തായാലും അമേരിക്കയ്ക്ക് ഒരു കഷ്ടകാലമാണ് വരുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അമേരിക്കയുടെ ഈ ഭ്രാന്തൻ നയങ്ങൾ അമേരിക്കയെ ആഭ്യന്തര വിലക്കയറ്റത്തിലേക്കും ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും ആഗോള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നതിലേക്കും നയിക്കും. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ ശരിക്കും അമേരിക്കയുടെ പതനത്തിന്റെ തുടക്കമായിട്ടാണ് കാണുന്നത്.